അക്ബറും മസ്താനിയും ലക്ഷ്മിയും കൂടി ഇരുന്ന് അനുമോളെ പറ്റിയാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അക്ബർ പറയുന്നുണ്ട്, ഞാൻ മിണ്ടാൻ അങ്ങോട്ട് പോകുന്നില്ല, പക്ഷേ എന്നോട് ഇങ്ങോട്ട് മിണ്ടാൻ വേണ്ടി എപ്പോഴും അവൾ ശ്രമിച്ചുകൊണ്ടിരിക്കുക. ഇപ്പം പഴയത് കണക്കല്ല, എന്താ ഇപ്പോൾ ഒരു പ്രത്യേക മാറ്റമുണ്ട്, ഭയങ്കര സ്നേഹം. ഞാൻ എവിടെ ഇരുന്നാലും എൻ്റെ അടുത്തോട്ട് വന്നിട്ട് സംസാരിക്കാനായിട്ട് ശ്രമിക്കുന്നുണ്ട്. അതുപോലെ മസ്താനി ചോദിക്കുന്നുണ്ട് അനുമോളെ പറ്റിയുള്ള അഭിപ്രായം എന്താണെന്ന്. അപ്പം അക്ബർ പറയുന്നത് പക്ക ഫേക്കാണെന്നാണ് പറയുന്നത്. കരച്ചിലും അതും ഇതും സംസാരവും എല്ലാം വെറും ഫേക്കാണെന്നാണ് പറയുന്നത്. ഞാൻ ചൂടാവുമ്പോഴും ആണല്ലോ അവൾക്ക് ഇമോഷണൽ സാധനം പുറത്തു വരുന്നത്. അതും ഞാൻ ചെയ്യണില്ല. ഞാൻ 3 ദിവസമായിട്ട് ഒന്നും പറയണില്ലല്ലോ. എനിക്ക് മനസ്സിലാത്ത അവളാണ് ഇപ്പൊ എന്റെ അടുത്ത് വരണേ. അതാണ് ഏറ്റവും വലിയ കോമഡി. അവൾ എന്റെ അടുത്ത് വന്നിട്ട് അതൊന്നുമല്ല, ഇവിടെ ഇരുന്നിട്ട് സംസാരിക്കാൻ ശ്രമിക്കുന്നു. ഇതുവരെ അല്ലാത്തൊരു അനു സംസാരിക്കാൻ ശ്രമിക്കണു, മുഖത്തൊക്കെ നോക്കി നിൽക്കണു, ഓരോ കാര്യങ്ങൾ ചെയ്യണു, ഓരോ കോൺവെർസേഷൻ സ്റ്റാർട്ട് ചെയ്യാൻ ശ്രമിക്കണു. ഞാൻ മൈൻഡ് ചെയ്യാണ്ട് നിൽക്കുകയാണ്. നിങ്ങൾക്ക് എങ്ങനെയാ തോന്നിയത് പുള്ളിക്കാരി കംപ്ലീറ്റ് ഫേക്ക് ആണ്? 100%. 100-ൽ വേണമെങ്കിൽ ഞാൻ 150% കൊടുക്കും. ഫേക്ക്, ലിറ്ററലി ഫേക്ക്. കരയുന്നതൊക്കെ ലിറ്ററലി ഫേക്ക്. A good actor can cry, instantly cry. പിന്നെ പറഞ്ഞു ഇവര് പുറത്തുനിന്ന് അറിയുന്ന ആൾക്കാരാണ്, അപ്പം ഒന്ന് പറഞ്ഞ രണ്ടാമത്തേന് കരയുന്ന ശീലം ഓൾറെഡി അവൾക്ക് ഉണ്ടെന്ന് പറഞ്ഞു. പിന്നെ അതായിക്കൂടെ? പിന്നീട് പേഴ്സ്പെക്റ്റീവ് അല്ലേ, എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും? അത് പിന്നീട് ചിന്താഗതിയാണ്. എൻ്റെ ചിന്താഗതിയാണ് ഞാൻ പറഞ്ഞത്. കഡ്രാമ ഫുൾ. ബിഗ് ബോസ് ലൈവ് അപ്ഡേറ്റ്സിനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. നിങ്ങളുടെ ഇഷ്ട കണ്ടസ്റ്റൻറ്റിൻ്റെ പേര് കമൻറ്റായി രേഖപ്പെടുത്താം. വീഡിയോ ഇഷ്ടമായാൽ പ്ലീസ് ഒന്ന് ലൈക്ക് ചെയ്യണേ. വീണ്ടും മറ്റൊരു ബിഗ് ബോസ് ലൈവ് അപ്ഡേറ്റ്സുമായി വീണ്ടും കാണാം.